ബീജിങ്ങിൽ സുപ്രസിദ്ധമായ ഒരു ലാമ ക്ഷേത്രമുണ്ട്, ലാമ ടെമ്പിൾ. അത് വളരെ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ കൂടുതലും ചെറുപ്പക്കാരാണ് വരുന്നത് ഞാൻ കണ്ടത്. പ്രായമായ ആളുകൾ കുറവായിരുന്നു. അവിടെ വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഈ ലാമക്ഷേത്രം കാണണം, അതിന് ഞങ്ങളെല്ലാം കൂടെ ബസ്സിനകത്ത് പോയി. ഞങ്ങളെ അവിടെ കൊണ്ടിറക്കി, ലാമക്ഷേത്രത്തിൻ്റെ ആ ഗേറ്റിൻ്റെ മുമ്പിൽ കൊണ്ടിറക്കി. ഞങ്ങൾ ആ ഗേറ്റ് കടന്നു മുമ്പോട്ട് ചെയ്തു. ഗേറ്റ് കടന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ അവിടെ കുറേ തിരികൾ, ചന്ദനത്തിരി പോലുള്ള സാധനമാണ്, അതെടുത്ത് തരും. അതിന് മണമൊന്നും ഞാൻ കണ്ടില്ല. ഇതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഈ ഈ തിരി കത്തിക്കുക. ഈ തിരി കത്തിച്ചതിന് ശേഷം കണ്ടത് ഒരുപാട് ആളുകൾ, വരുന്ന ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ കുനിയുക, ഈ തിരിയും കൊണ്ട് പല പ്രാവശ്യം കുനിഞ്ഞു നൂരും, ഇങ്ങനെ നൂരും. അതാണ് അവിടുത്തെ ഒരു ആരാധനയാണത്. അത് ക്ഷേത്രത്തിന് നോക്കിയാണ് ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ വാതിലിന് ദർശനമായിട്ടാണ് നിന്നത് ചെയ്യുന്നത്. ആ ക്ഷേത്രത്തിന് 3 ഭാഗങ്ങളാണ് ഉള്ളത് കേട്ടോ. ആ 3 ഭാഗങ്ങളിൽ ഇതിനകത്തുള്ള വിഗ്രഹങ്ങളെന്ന് പറയുന്നത് ബുദ്ധവിഗ്രഹമാണ്. പടുകൂറ്റൻ വിഗ്രഹങ്ങളാണ്. അത് ബുദ്ധൻ്റെ പല ഭാവങ്ങളാണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. ഭാവങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഗൗരവഭാവം, ചിരിക്കുന്ന ബുദ്ധൻ, അല്ലാതെ ഒന്നുമില്ല, അതായത് ഗൗരവവും ഇല്ല ചിരിയും ഇല്ലാത്ത രീതിയിലുള്ള ബുദ്ധൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അതിനകത്ത് കയറി ഫോട്ടോ എടുക്കുന്നത് അത്ര പെർമിസിബിൾ അല്ല. പക്ഷേ ഞാനതിൽ കയറി ഒരു ഫോട്ടോ എടുത്ത് കേട്ടോ. അത് അറിയുന്നതിന് മുമ്പ് എടുത്തതാണ്. പിന്നെ ഞാൻ എടുത്തില്ല, ബാക്കിയുള്ളിടത്തൊന്നും ഞാൻ എടുത്തില്ല. ഇതിൻ്റെ വെളിവശമൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഈ ചന്ദനത്തിരി പോലുള്ള തിരി നമ്മുടെ ഈ തരുമല്ലോ, ഈ തിരി നമ്മൾ അവിടെ കത്തിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുമ്പിൽ ഒരു 4-5 ബെഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. 4-5 ബെഞ്ചുകളാണ് ഉള്ളത്. ബെഞ്ചെന്ന് പറയുന്നത് അതിൻ്റെ മേളിൽ കുഷനാണ്. കാരണം ഈ നമ്മുടെ ഈ മുട്ടുകുത്തി നിന്ന് അതിൻ്റെ മുമ്പിലോട്ട് കുനിഞ്ഞ് ഈ തിരിയും കൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷം എഴുന്നേൽക്കുക. എഴുന്നേറ്റിട്ട് പിന്നെ ഈ തിരി കൊടുക്കേണ്ടത് അവിടെ ഇതുപോലെ വലിയ ഒരു ഭീമാകാരമായ പാത്രങ്ങൾ പോലുള്ള സാധനം വെച്ചിട്ടുണ്ട്. അതിനകത്ത് തീ കത്തുന്ന സാധനമാണ് ഉള്ളത്. അതിനകത്ത് തീയാണുള്ളത്. അതിനകത്തോട്ട് നമ്മൾ ഈ തിരി കിട്ടണം, അവിടെ കത്തിച്ച് പുകയ്ക്കുക. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം ഫലം കിട്ടും ഈ പുകയിലൂടെ എന്നുള്ളതാണ് അവിടുത്തെ വിശ്വാസം. ഇത് ഒരുപാട് പേര് ഇത് എന്തോ കാര്യമൊന്നും അറിയാതെ ഞങ്ങളുടെ കൂടെ വന്ന ആളുകളൊക്കെ ഈ തിരിയും കൊണ്ടുപോയി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ അതുകൊണ്ടെന്താ പ്രയോജനം എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഈ മുട്ടുകുത്താതെ, മുട്ടുകുത്താതെ തന്നെ അതിനപ്പുറത്തോട്ട് മാറി നിന്ന്, ബാക്കിലോട്ട് മാറി നിന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരെ ധാരാളം ആളുകൾ കാണാനുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നേരെ ഞങ്ങൾ പിന്നെ ആ ക്ഷേത്രത്തിനകത്തേക്ക് കയറാം. നമ്മളെ അതിനകത്ത് എൻട്രി ഉണ്ട്. ഞാൻ കയറിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭീമാകാരമായ പ്രതിമയാണ്. അതിനകത്തുള്ള നല്ല ഉയരമുണ്ട് ഇതിനകത്ത്. അതേപോലെ നമ്മൾ താഴ്ന്ന് മേളിൽ നോക്കിയാൽ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നോക്കിയാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ, അതിൻ്റെ മുകൾ വശം വരെ. ഏതായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ ഫോട്ടോ എടുത്തു കേട്ടോ, ഒരെണ്ണത്തിൻ്റെ. അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല, ഫോട്ടോഗ്രാഫി പാടില്ലെന്ന് ആരും പറഞ്ഞില്ല. പണ്ട് ഇതുപോലെ പല ക്ഷേത്രങ്ങളിലും ഈ പ്രശ്നമുണ്ട്. പണ്ട് ഞാൻ സുവർണ ക്ഷേത്രത്തിൽ പോയപ്പോൾ, ഗോൾഡൻ ടെമ്പിൾ അമൃത്സറിൽ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഗോൾഡൻ ടെമ്പിളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഫോട്ടോ എടുത്തു. മൊബൈലുണ്ട്. ഫോട്ടോ എടുത്തപ്പം ഒരു സ്ത്രീ ഒരു ഒരു വികലമായ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു വയസ്സായ ഒരു സ്ത്രീയാണ്. അവർ വന്ന് പറഞ്ഞു, ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്, ഫോട്ടോ എടുക്കുക. അപ്പം ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞു. ഞാൻ അത് ഗവനിച്ചില്ല. ഞാൻ അന്നേരം എടുത്തില്ല. പക്ഷേ ഇവരങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെയും ഫോട്ടോ എടുത്തു. അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും വന്നിട്ട് അവർ പറഞ്ഞു, ഇനി ഫോട്ടോ എടുത്താൽ ഈ മൊബൈൽ പിടിച്ചു വരച്ച് വെള്ളത്തിടുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഫോട്ടോ എടുത്തില്ല. അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആയിരിക്കാം ഇവിടെ ഇതിനകത്ത്. അതൊരു അമ്പലം, ഒരു ക്ഷേത്രമല്ലേ. ആ ക്ഷേത്രത്തിനകത്ത് അതിൻ്റെ സാങ്ക്ടിറ്റിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്നത്.
അപ്പം നമുക്കത് ഈ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അത് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കരുത്, അത്രേ ഉള്ളൂ. എന്നാൽ ഈ എടുത്ത ഫോട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വെളിയിലുള്ള ഭാഗങ്ങളും കാണാം. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി എല്ലാവരും കൂടെ വന്ന്. അപ്പോൾ ഞങ്ങൾ വന്ന് ഈ ഞങ്ങൾക്ക് ഒത്തുകൂടി നിൽക്കേണ്ട ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്, ഒരു മീറ്റിംഗ് പോയിൻ്റ്. ആ മീറ്റിംഗ് പോയിൻ്റ് അടുത്ത് വന്നു കഴിഞ്ഞ് ഇപ്പോൾ തലേന്ന് ഒരാളെ കാണാതായ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒളിമ്പിക് സ്റ്റേഡിയത്തിൻ്റെ ലേക്കിൻ്റെ അടുത്ത് പോയിട്ട്. അപ്പം ഇത് വന്നപ്പോൾ നസീർ കൂടെ വന്നിട്ട്, നസീർ ഒരു ആൾക്കൂട്ടത്തിലോട്ട് നോക്കി പുറകിലോട്ട് നോക്കിയിട്ട് ചോദിക്കുന്നു, എന്തുകൊണ്ട് നിൽക്കുന്നേ, എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അപ്പം ഞാൻ ചോദിച്ചു, ആരാ നസീറേ? അതൊരു ലാമയാണ് എന്ന് വെച്ചാൽ തലേന്നില്ല കാണാതായ ആളാണ്. അദ്ദേഹത്തിനെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഈ മീറ്റിംഗ് പോയിന്റിലേക്ക് പോയി. അവിടുന്ന് എല്ലാവരും കൂടെ പിന്നെ ഇവിടുന്ന് കാണേണ്ടത് ഈ ഫോർബിഡൻ സിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അവിടെ പഴയ രാജാക്കന്മാർ, മിങ് വംശത്തിലുള്ള രാജാക്കന്മാർ, അവരുടെ ഭാര്യമാരൊന്നുമില്ല, ഭാര്യയൊക്കെ താമസിപ്പിച്ചേക്കുന്നതാണ്. അവിടെ മറ്റാളുകളെ ഒന്നും പ്രവേശിപ്പിക്കാറില്ല. ഒരുപാട് മുറികളുള്ളത് ഒരു കെട്ടിടങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ അവിടെ തെറ്റിപ്പോവും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്, എല്ലാവരും ഒന്നിച്ച് പൊക്കോണം, തിരിച്ചു വന്നോണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഏതായാലും വിചാരിച്ചു ഇനി അത്രയും മുറികളൊന്നും കണ്ടിട്ട് നമുക്ക് കാര്യമില്ല അതിനകത്ത്. പിന്നെ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചന്നേരം ഈ ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ഒരു ഭാര്യയേ ഉള്ളൂ അതോ ഒന്നിലധികം ഭാര്യമാർ ഇവർക്കുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ ചിരിച്ചിട്ട് പറഞ്ഞു, വൈഫ് ഒന്നേ ഉള്ളൂ, പക്ഷെ കൺക്യുബൈൻസ് ഒരുപാട്, അതായത് ഭാര്യ എന്നുള്ള പേരില്ലാത്ത ഭാര്യമാർ വേറെ ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അന്നേരം ഈ ഭാര്യയ്ക്ക് മാത്രമേ ഈ ഫ്രണ്ടിലെ വാതിലിലൂടെ പ്രവേശനമുള്ളൂ. ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ ബാക്കിയുള്ള ആളുകൾ? അതിന് പുറേ വാതിലുണ്ടെന്ന് പറഞ്ഞു അയാൾ. ഞാൻ അന്നേരം പറഞ്ഞു, ഇതൊക്കെ തന്നെ നടക്കുന്നതെന്ന് പറഞ്ഞു. പിൻവാതിൽ ഇടപാടാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ പറയുകയും ചെയ്തു. അങ്ങനെ അത് ഒരു വളരെ വിശാലമായ ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ കുറേ നേരം നടന്നു, അത് കണ്ടു. അതിൽ ഒരു വലിയ താല്പര്യമൊന്നും തോന്നിയിട്ടില്ല, കാരണം അത് കണ്ടിട്ട് വലിയ കാര്യമൊന്നും ഉള്ളതല്ല. പിറ്റേ ദിവസം ഞങ്ങൾക്ക് പോകേണ്ടത് അവിടെ വളരെ കുപ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ട്, തിയാനൻമെൻ സ്ക്വയർ. അത് കുപ്രസിദ്ധമെന്ന് ഞാൻ പറയാൻ കാരണം അത് നമുക്കറിയാമല്ലോ എന്താണെന്ന് അതുണ്ടായത്. കൗമാരക്കാർ, കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതാണ്. അവർ വെടിവെച്ച് കൊന്നതും ഒക്കെയാണ്, ബുൾഡോസർ കയറ്റി കൊന്നതാണ് പലരെയും. ആ ഒരു സ്ഥലം, അവിടേക്ക് പോകണം. അതുകൊണ്ട് അന്നത്തെ ഇടപാടൊക്കെ മതിയാക്കി ഞങ്ങൾ ആഹാരവും കഴിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി.